അറക്കലിന്റെ മനക്കലിലേക്ക് സ്വാഗതം. ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ബ്ലഡ് വെസൽസ്, വിവിധ തരം രക്തക്കുഴലുകൾ. സിമ്പിൾ ടോപ്പിക് ആണ്. ഇതിൽ നിന്നുള്ള ഒരു 4 ക്വസ്റ്റ്യൻസ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. തിക്ക് ആൻഡ് ഇലാസ്റ്റിക് വാൾസ്, കട്ടി കൂടിയ ഇലാസ്തികതയുള്ള ഭിത്തി. ഏതാണ് കട്ടി കൂടിയ രക്തക്കുഴല്? അറിയോ? ഒരു സംശയമല്ലേ? അവിടെ നിൽക്കട്ടെ. ഇന്ന് അടുത്തത് ഏതാണ് തിൻവാൾ? കട്ടി കൂടിയത് ഏതാ അറിയുന്നെങ്കിൽ നമുക്ക് കട്ടി കുറഞ്ഞത് കിട്ടൂലേ? പക്ഷെ നമുക്ക് രണ്ടും അറിയില്ലല്ലോ. എന്ത് ചെയ്യും? ഒന്നും ചെയ്യാല്ല, ദുആ ചെയ്യാം. ഞാൻ പറഞ്ഞ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ക്യാരീസ് ബ്ലഡ് ടു ദ ഹാർട്ട്, ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന ആളാരാണ്? ഹൃദയത്തിൽ നിന്ന് രക്തം ബാക്കിയുള്ള സ്ഥലത്തേക്ക് എത്തിക്കുന്ന ആളുണ്ട്, ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന ആളുണ്ട്. അത് കറക്റ്റ് എന്ത് ചെയ്യുക? ഇവിടെ മെൻഷൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, മൈന്യൂട്ട് പോർസ് ആർ സീൻ, അതിസൂക്ഷ്മ സുഷിരങ്ങൾ കാണപ്പെടുന്ന രക്തക്കുഴൽ ഏത് എന്നുള്ളതാണ് അവസാനത്തെ ചോദ്യം. ഈ 4 ചോദ്യം അറിയുന്നവരും ഉണ്ടാവും, അറിയാത്തവരും ഉണ്ടാവും. പക്ഷെ പേടിക്കേണ്ട, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. വിവിധ തരം രക്തക്കുഴലുകളുടെ പ്രത്യേകതകൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ചോദ്യമൊക്കെ പുഷ്പം പോലെ എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ ചെയ്യാൻ പറ്റും. അങ്ങനെയെങ്കിൽ എത്ര ടൈപ്പ് രക്തക്കുഴലുണ്ട് നമുക്ക് നോക്കാം. എത്ര ടൈപ്പ് രക്തക്കുഴലുണ്ട് എന്ന് ചോദിച്ചാൽ 3 ടൈപ്പ് രക്തക്കുഴലുണ്ട്. എത്ര ടൈപ്പ് രക്തക്കുഴലുണ്ട്? 3 ടൈപ്പ്. ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ആർട്ടറി, വെയിന്, കാപ്പിലറി. ഒന്ന് പറയൂ. ആർട്ടറി, വെയിന്, കാപ്പിലറി. ധമനി, സിര, ലോമിക. ധമനി, സിര, ലോമിക. ആർട്ടറി, വെയിന്, കാപ്പിലറി. ആർട്ടറി, വെയിന്, കാപ്പിലറി. ധമനി, സിര, ലോമിക. ഓക്കെ അല്ലെ? ഇനി 3ന്റെയും പ്രത്യേകതകൾ 1 by 1 ആയിട്ട് പഠിക്കാം. ആദ്യം ആർട്ടറി. ആർട്ടറിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ തിക്ക് ആൻഡ് ഇലാസ്റ്റിക് വാൾ, കട്ടി കൂടിയ ഭിത്തി. ഉത്തരം കിട്ടി. കട്ടി കൂടിയ ഇലാസ്തികതയുള്ള ഭിത്തി. നല്ല കട്ടിയുണ്ട്. കട്ടി കൂടിയ തിക്കായിട്ടുള്ള ഇലാസ്തികതയുള്ള ഭിത്തിയാണ് ആർക്ക്? ആർട്ടറി അല്ലെങ്കിൽ ധമനിക്ക്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അതിലൂടെ പാസ് ചെയ്യുന്ന ബ്ലഡിന് സ്പീഡിൽ പോകാൻ പറ്റൂലേ? പറ്റും. കാരണം എന്താ? അതിന് നല്ല കട്ടിയുണ്ട്, പൊട്ടിപ്പോവില്ല. അപ്പൊ ബ്ലഡിന് എന്ത് ചെയ്യാൻ പറ്റും? സ്പീഡിൽ പോകാൻ പറ്റും. ബ്ലഡ് ഫ്ലോസ് വിത്ത് ഹൈ പ്രഷർ ആൻഡ് ഹൈ സ്പീഡ്. ബ്ലഡ് എന്ത് ചെയ്യുന്നു? ഹൈ പ്രഷറിലും ഹൈ സ്പീഡിലും സഞ്ചരിക്കുന്നു. എന്നാൽ വെയിൻ അല്ലെങ്കിൽ സിര പാവപ്പെട്ടവനാണ്. കാരണം എന്താണെന്നറിയോ? തിൻവാള കട്ടി കുറഞ്ഞ ഭിത്തി. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ബ്ലഡിന് ആയിക്കൂടെ എന്ത് ചെയ്യാൻ പറ്റില്ല? സ്പീഡിൽ പോകാൻ പറ്റില്ല. കാരണം എന്ത് ചെയ്യും? ബ്ലഡ് വെസൽ പൊട്ടിപ്പോവും, രക്തക്കുഴൽ പൊട്ടിപ്പോവും. അപ്പൊ മെല്ലെ പോകാൻ പറ്റുള്ളൂ. രക്തം കുറഞ്ഞ മർദ്ദത്തിലും കുറഞ്ഞ വേഗത്തിലാണ് ഒഴുകുന്നത്. ബ്ലഡ് ഫ്ലോസ് വിത്ത് ലോ പ്രഷർ ആൻഡ് ലോ സ്പീഡ്. അപ്പൊ ആ 2 പോയിന്റ് കൃത്യമായില്ലേ? ബ്ലഡ് ഫ്ലോസ് വിത്ത് ഹൈ പ്രഷർ ആൻഡ് ഹൈ സ്പീഡ് ആണെങ്കിൽ അത് ആർട്ടറി ആയിരിക്കും. ലോ പ്രഷർ ആണെങ്കിൽ, ലോ സ്പീഡ് ആണെങ്കിൽ അത് വെയിൻ ആയിരിക്കും. കാരണം വെയിൻ എന്താണ്? കട്ടി കുറവാണ്, തിൻവാളാണ്. മറ്റേത് എന്താണ്? തിക്ക് വാളാണ്. ഇനി അടുത്തത് വെയിനിന് മാത്രമുള്ള ഒരു പ്രത്യേകത. എന്താണെന്ന് ചോദിച്ചാൽ വാൾവ്സ് ആർ സീൻ, വാൾവുകൾ കാണപ്പെടുന്നു. എന്ത് കാണപ്പെടുന്നു? വാൾവുകൾ കാണപ്പെടുന്നു. വാൾവ്സ് ആർ സീൻ. അതെവിടെ കാണപ്പെടുന്നില്ല? അത് ആർട്ടറിയിൽ കാണപ്പെടുന്നില്ല, അത് കാപ്പിലറിയിൽ കാണപ്പെടുന്നില്ല, അത് ധമനിയിൽ കാണപ്പെടുന്നില്ല, അത് ലോമികയിൽ കാണപ്പെടുന്നില്ല. അതെവിടെ മാത്രമേ കാണപ്പെടുന്നുള്ളൂ? വെയിൻ അല്ലെങ്കിൽ സിരയിൽ മാത്രമേ കാണപ്പെടുന്നുള്ളൂ. അത് കൺഫ്യൂഷൻ ആവും. പരീക്ഷയ്ക്ക് എത്തുമ്പോൾ പണ്ടറിഞ്ഞിപ്പോ ദയിലാണ് കാണപ്പെടുക. ഇത് ആർട്ടറിയിലാണോ ധമനിയിലാണോ ഈ വാൾവ്, അല്ലെങ്കിൽ കാപ്പിലറിയിലാണെങ്കിൽ അല്ലെങ്കിൽ സിരയിലാണോ വാൾവ്? ആകെ കൺഫ്യൂഷൻ ആവും. അപ്പോ ഇതിന്റെ മുത്തുമണികൾ ഇങ്ങനെ ആലോചിക്കാം. വാൾവിന് വി അല്ലേ? വാൾവിന് വി ആണ്, വെയിനും വി ആണ്. സിമ്പിൾ. വാൾവിന് വി ആണ്, വെയിനും വി ആണ്. അതുകൊണ്ട് വാൾവുകൾ കാണപ്പെടുന്നത് എവിടെ? വെയിനില്. അപ്പൊ അത് കൺഫ്യൂഷൻ ഇല്ല. വാൾവ് കാണപ്പെടുന്നത് എവിടെ? വെയിൻ അല്ലെങ്കിൽ സിര. അത് കിട്ടി. എന്നാ ഞാൻ അടുത്ത ചോദ്യം. ഇതൊരു കിടിലൻ സാധനമാണ്. ചോദ്യമല്ല, അടുത്ത പോയിന്റ്. ആർട്ടറിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ക്യാരീസ് ബ്ലഡ് ഫ്രം ദ ഹാർട്ട്, ഹൃദയത്തിൽ നിന്ന് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് രക്തം എത്തിക്കുന്ന ആളാണ് ആര്? ആർട്ടറി അല്ലെങ്കിൽ ധമനി. ഫ്രം ദ ഹാർട്ട്. എന്നാൽ വെയിൻ എന്ന് പറഞ്ഞാൽ ക്യാരീസ് ബ്ലഡ് ടു ദ ഹാർട്ട്, ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന ആൾക്കാരാ. ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്നത് വെയിനും, ഹൃദയത്തിൽ നിന്ന് ബാക്കിയുള്ള സ്ഥലത്തേക്ക് രക്തം എത്തിക്കുന്നത് ആരാണ്? ആർട്ടറി. അത് അങ്ങോട്ട് ഇങ്ങോട്ട് മാറും. പ്രശ്നമാണ്. അതിന് സാർ എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? പിന്നെ എന്തിനാ മുത്തച്ചേട്ടൻ ജീവിച്ചിരിക്കുന്നത്? ഞാൻ പറഞ്ഞുതരും. എടാ, നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. അതായത് എങ്ങനെ ആലോചിക്കണം? അതായത് ജസ്റ്റ് സിമ്പിൾ. ടു ദ ഹാർട്ട്, ഹൃദയത്തിലേക്കാണെങ്കിൽ ടു ദ ഹാർട്ട്, ഹൃദയത്തിലേക്കാണെങ്കിൽ അതാരാണ്? വെയിൻ ആണ്. എന്നാൽ ഹൃദയത്തിൽ നിന്ന് ഫ്രം ദ ഹാർട്ട്, ഹൃദയത്തിൽ നിന്ന് ബാക്കിയുള്ള സ്ഥലത്തേക്കാണെങ്കിൽ അതാരാണ്? ആർട്ടറി. അങ്ങനെയാണല്ലോ അതിന്റെ ആൻസർ വരുന്നത്. നമുക്ക് ഇങ്ങനെ ആലോചിക്കാം. നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചോളി. ടി.വി. ആലോചിക്കാം. ടി.വിയോ? ടിവിയിലെ ടി എന്താ? ടു ദ ഹാർട്ട്. വി എന്താ? വെയിൻ. ആരാണ്? വെയിന്. അപ്പൊ ടി.വി. ആലോചിച്ചാൽ കിട്ടി. ടു ദ ഹാർട്ട് ആരായിരിക്കും? വെയിൻ ആയിരിക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും ഫ്രം ദ ഹാർട്ട് ആരായിരിക്കും? ആർട്ടറി. ടി.വിനെ ആലോചിക്കുക. ടിവിയിലെ ടി
ടു ദ ഹാർട്ട്. വി എന്താണ്? വെയിൻ. അപ്പൊ ടു ദ ഹാർട്ട്, ഹൃദയത്തിലേക്ക് വെയിൻ എത്തിക്കും. ഹൃദയത്തിൽ നിന്ന് ബാക്കിയുള്ള സ്ഥലത്തേക്ക്. ഫ്രം ആണെങ്കിൽ ആരായിരിക്കും? ആർട്ടറി ആയിരിക്കും. ഇനി മലയാളികൾ എങ്ങനെ ആലോചിക്കും? മലയാളികൾ ടി സി എന്ന് ആലോചിക്കുക. എന്താ ആലോചിക്കേണ്ടത്? ടി സി. ടി സിയോ? എന്താ സാർ ടി സി? ടി സി എടാ ടി സി. ടി എന്താ? ടു ദ ഹാർട്ട്, അതായത് ഹൃദയത്തിലേക്ക് സി ആരാണ്? സിര. ഹൃദയത്തിലേക്ക് ആരെത്തിക്കും? സിര എത്തിക്കും. അപ്പൊ ഹൃദയത്തിൽ നിന്ന് ബാക്കിയുള്ള സ്ഥലത്തേക്ക് ആരെത്തിക്കും? ധമനി അല്ലെങ്കിൽ ആർട്ടറി എത്തിക്കും. അങ്ങനെ കണക്ട് ചെയ്യാം. സിമ്പിൾ. അപ്പൊ അതും കൺഫ്യൂഷൻ ഇല്ല, അതും കിട്ടി. ഇപ്പൊ എല്ലാ പോയിന്റും കിട്ടി. സാർ അപ്പൊ കാപ്പിലറിനെ കുറിച്ച് നിങ്ങളൊന്നും പറഞ്ഞില്ല. പറയും. നമ്മൾ കാപ്പിലറിനെ അങ്ങനെ ഒറ്റപ്പെടുത്തൂല. കാപ്പിലറി അല്ലെങ്കിൽ ലോമിക. ഇനി അവന്റെ പ്രത്യേകതകളാണ് പറയുന്നത്. ഇവന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇവൻക്കൊരു ഒരു ഭിത്തിയുണ്ട്, ഒരു വാളുണ്ട്. ആ ഭിത്തിക്ക് വെറും ഒരു ലെയർ ഓഫ് സെൽസ് മാത്രമേ ഉള്ളൂ. ഒറ്റ നിര കോശങ്ങൾ മാത്രമുള്ള ഭിത്തി. വാൾ ഈസ് ഫോംഡ് ഓഫ് സിംഗിൾ ലെയർ ഓഫ് സെൽസ്. ഇതിപ്പോ ഒരു ബ്ലഡ് വെസൽ ആണെങ്കിൽ അതിന്റെ ചുറ്റോറും എത്ര ലെയർ ഓഫ് സെൽസ് മാത്രമേ ഉള്ളൂ? ഒറ്റ ലെയർ ഓഫ് സെൽസ് മാത്രമേ ഉള്ളൂ. ഇപ്പൊ നമ്മളെ വീടിന്റെ ചുറ്റോറും ഒറ്റ വരി മാത്രമേ പടുത്തിട്ടുള്ളൂ. മതിലുണ്ടാക്കുമ്പോൾ ഒരു വരി മാത്രമേ പടുത്തിട്ടുള്ളൂ, ബാക്കി വരിയൊന്നും പടുത്തിട്ടില്ല. അപ്പൊ എങ്ങനെ ഇരിക്കും? അതേപോലെ തന്നെയാണ് ഈ ബ്ലഡ് വെസലിന്റെ പ്രത്യേകത. ഇതിന്റെ ചുറ്റോറുള്ള കവറിങ്, ഇതിന്റെ ചുറ്റോറുള്ള വാള് ഒറ്റ ലെയർ ഓഫ് സെൽസേ ഉള്ളൂ, സിംഗിൾ ലെയർ ഓഫ് സെൽസേ ഉള്ളൂ. അപ്പൊ വാൾ ഈസ് ഫോംഡ് എ സിംഗിൾ ലെയർ ഓഫ് സെൽസ്, ഒറ്റ നിര കോശങ്ങൾ കൊണ്ടുള്ള ഭിത്തി എന്നത് ആരുടെ പോയിന്റാ? കാപ്പിലറി അല്ലെങ്കിൽ ലോമികയുടെ പോയിന്റാ. അതാണ് ഒരു പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്താണെന്ന് ചോദിച്ചാൽ ഈ കാപ്പിലറിക്ക് അല്ലെങ്കിൽ ഈ ലോമികക്ക് എന്തുണ്ടെന്ന് അറിയോ? മൈന്യൂട്ട് പോർസ് ഉണ്ട്. മൈന്യൂട്ട് പോർസ് ആർ സീൻ ഇൻ ദ വാൾ. മൈന്യൂട്ട് പോർസ് എന്ന് പറഞ്ഞാൽ അതിസൂക്ഷ്മ സുഷിരങ്ങൾ, കുഞ്ഞു സുഷിരങ്ങൾ. അതായത് പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ കുഞ്ഞു ഓട്ട, ചെറിയ ഓട്ടകൾ ഉണ്ടാവും. ചെറിയ കുഞ്ഞു ഓട്ടകൾ ഉണ്ടാവും. ഇവിടെ ഈ ബ്ലഡ് വെസൽസിൽ. ഈ പാവപ്പെട്ട ഈ ലോമിക എന്ന് പറയുന്ന ഈ കാപ്പിലറി എന്ന് പറയുന്ന ഈ രക്തക്കുഴലിൽ ഈ ബ്ലഡ് വെസൽസിൽ ചെറിയ കുഞ്ഞു ഓട്ടകൾ ഉണ്ടാവും. അപ്പൊ സ്വാഭാവികമായിട്ടും ബുദ്ധി വെച്ച് ചിന്തിക്കടാ, അതിലൂടെ പോകുന്ന ബ്ലഡിന് സ്പീഡിൽ പോകാൻ പറ്റുമോ? എന്തായാലും പറ്റൂല. ഇപ്പൊ നമ്മളെ റോട്ടിൽ ഇഷ്ടം പോലെ കുഴികൾ ഉണ്ടല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും റോട്ടിൽ കൂടി സ്പീഡ് പോകാൻ പറ്റൂല. കാരണം എന്താ? കുഴിയിൽ ചാടും. അപ്പൊ മെല്ലെ പോകാൻ പറ്റുള്ളൂ. അപ്പൊ അതേപോലെ തന്നെ ഇവിടെ ഈ കാപ്പിലറിക്ക് ഇഷ്ടം പോലെ ഓട്ടകൾ ഉണ്ടായതുകൊണ്ട്, മൈന്യൂട്ട് പോർസ് ഉണ്ടായതുകൊണ്ട് അതിലൂടെ പാസ് ചെയ്യുന്ന ബ്ലഡ് ലോ പ്രഷറിലും ലോ സ്പീഡിലുമായിരിക്കും. അതാണ് അടുത്ത പോയിന്റ്. രക്തം കുറഞ്ഞ മർദ്ദത്തിലും വേഗത്തിലുമാണ് ഒഴുകുന്നത്. ബ്ലഡ് ഫ്ലോസ് വിത്ത് ലോ പ്രഷർ ആൻഡ് ലോ സ്പീഡ്. അപ്പൊ അതും കിട്ടി. ഇപ്പൊ എല്ലാ പോയിന്റുകളും സെറ്റായി. അങ്ങനെയെങ്കിൽ ഇതിന്റെ ആൻസർ ഒക്കെ ഒന്ന് കമന്റ് ചെയ്യാം. നോക്കാം. തിക്ക് ആൻഡ് ഇലാസ്റ്റിക് വാൾ. കട്ടി കൂടിയതായിരിക്കാം. കിട്ടി. കട്ടി കൂടിയതായിരിക്കാം ആർട്ടറി അല്ലെങ്കിൽ ധമനി. അടുത്തത് തിൻ വാൾ. അതായിരിക്കാണ് കട്ടി കുറഞ്ഞതായിരിക്കാണ് വെയിൻ അല്ലെങ്കിൽ സിര. അതും കിട്ടി. എന്തൊരു ഇനി അടുത്തത് ക്യാരീസ് ബ്ലഡ് ടു ദ ഹാർട്ട്. ഹൃദയത്തിലേക്ക്. ടു ദ ഹാർട്ട്. T2V എന്താ? വെയിൻ. ടി വി ആലോചിക്കുക. അപ്പൊ ടു ദ ഹാർട്ട് ആകുമ്പോൾ ആരായിരിക്കും? വെയിൻ. അല്ലെങ്കിൽ TC ആലോചിക്കുക. ടു ദ ഹാർട്ട് ആകുമ്പോൾ സിര. അപ്പൊ അതും കിട്ടി. ഓക്കെ. ഇനി അടുത്തത് മൈന്യൂട്ട് പോർസ് ആർ സീൻ. അതിസൂക്ഷ്മ സുഷിരങ്ങൾ കാണപ്പെടുന്നു. അതാരാന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം? കമന്റ് ചെയ്യണം. ഇതൊക്കെ അതാരാന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യുക. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എന്ത് അയച്ചു കൊടുക്കുക. ഉഷാറായിട്ട് പഠിക്കുക, അടിപൊളിയാക്കുക, എൻജോയ് ചെയ്യുക. ഇത് നിങ്ങളുടെ സ്വന്തം ബഹുമാനപ്പെട്ട അറക്കൽ. ഗുഡ് ബൈ.